അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 25. ആഹാ, എന്റെ ഏട്ടത്തിപ്പെണ്ണ് എഴുന്നേറ്റോ? ജ്വാലയെ കണ്ടതും അപ്പു ചിരിയോടെ ചോദിച്ചു. പക്ഷെ ആ വാക്കുകളിൽ ഒരു കുറ്റപ്പെടുത്തലുണ്ടോ? ജ്വാലയുടെ ചിന്ത അങ്ങനെയാണ് പോയത്. അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ഒരു കൊച്ചുകുട്ടിയാ തന്റെ മുന്നിൽ നിൽക്കുന്നെ. എൻ്റെ ഏട്ടന്റെ ഭാര്യ, എൻ്റെ ഏട്ടത്തിയമ്മ. അവൻ നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് നോക്കി. അമ്മേ, അച്ഛാ, ദേ ഏട്ടത്തി എണീറ്റൂട്ടോ. അവൻ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ജ്വാലയുടെ ഉള്ളൊന്നാളി. എന്റെ കണ്ണ, അപ്പോ എല്ലാരും പുറത്തുണ്ടോ? അവൾക്ക് ഭയം തോന്നി. അപ്പുവിന്റെ ശബ്ദം കേട്ട് ചിത്രയും മോഹനും അവർക്കൊപ്പം മിനിയും വസുന്ധരയും ഹാളിലേക്ക് കയറി വന്നു. എല്ലാവരെയും കണ്ട് ജ്വാലയുടെ ശരീരം കിടുകിട വിറച്ചു. എല്ലാരും എന്നെ വഴക്കു പറയും. അച്ഛേ, എനിക്ക് പേടിയാവണു. അവൾ മനസ്സിൽ അവളുടെ അച്ഛനെ വിളിച്ച് തേങ്ങലോടെ പറഞ്ഞു. അവളുടെ തല താണു. മുത്തശ്ശിമാർ രണ്ടാളും സെറ്റിയിലേക്ക് ഇരുന്നു. ചിത്തിര വേഗം ജ്വാലയ്ക്കടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ജ്വാല അവരുടെ മുഖത്തേക്ക് നോക്കി. കുളിയൊക്കെ കഴിഞ്ഞൂലേ? വീട് മാറിയതുകൊണ്ട് ഉറക്കൊക്കെ ശരിയായില്ലേ മോളെ? അവർ വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇല്ല, ആ കണ്ണുകളിൽ ഒരു തരി പോലും എന്നോട് ദേഷ്യം കാണുന്നില്ല. പക്ഷെ അപ്പോഴും എന്തിനാണ് നെഞ്ചിങ്ങനെ പേടിയോടെ മിടിക്കുന്നത്? എന്തൊന്നും പറയാത്ത മോളെ, ഞങ്ങളോടൊക്കെ ദേഷ്യമാണോ? ചിത്രയുടെ ശബ്ദമാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഉറങ്ങി, അവൾ വിക്കലോടെ പറഞ്ഞു. ചിത്തിര പുഞ്ചിരിച്ചു. അല്ലെങ്കിലും ഈ നേരത്തെ എണീറ്റ് വന്ന ഒരാളോട് അമ്മയല്ലാതെ ആരെങ്കിലും ചോദിക്കുവോ ഉറക്കം ശരിയായോന്ന്? ഏട്ടത്തി നല്ലോണം ഉറങ്ങിയെന്ന് ആ മുഖം കണ്ട് അറിഞ്ഞൂടെ? അപ്പു കളിയോടെ പറഞ്ഞു. ചിത്തിര ചിരിയോടെ ജ്വാലയുടെ തലയിൽ തലോടി. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞുപോയി. അത് കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു. മോഹൻ പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് വന്നു. ചിത്തിര അവളെ ആകുലതയോടെ നോക്കി. എന്താ മോളെ, എന്തിനാ കുട്ടി കരയുന്നേ? ചിത്തിര ടെൻഷനോടെ ചോദിച്ചു. അവള് ചുണ്ടു വിതുമ്പിക്കൊണ്ട് അവരെ നോക്കി. അയ്യോ ഏട്ടത്തി, എന്താ പറ്റിയ പെട്ടെന്ന്? അപ്പുവിനും ടെൻഷനായി. എന്റെ മഹാദേവ, ഏട്ടനെങ്ങാനും കണ്ടുകൊണ്ട് വന്ന. അവൻ ആകുലതയോടെ അവളെ നോക്കി. ഒന്ന് മാറിക്ക രണ്ടാളും, ഞാൻ ചോദിച്ചോളാം മോളോട്. മോഹനാണ് അത് പറഞ്ഞത്. ചിത്തിരയും അപ്പുവും പെട്ടെന്ന് അവർക്കരികിൽ നിന്നും മാറി നിന്നു. മുത്തശ്ശിമാർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം സംശയത്തോടെ നോക്കുന്നുണ്ട്. ആർക്കും ഒന്നും മനസ്സിലായില്ല. മോഹൻ പെട്ടെന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു. ജ്വാല അയാളെ കണ്ണു നിറച്ചുകൊണ്ട് നോക്കി. അയാൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്തിനാ മോള് കരയുന്നേ? വീട്ടിൽ ആരെങ്കിലും ഓർമ്മ വന്നോ? അതുകൊണ്ടാണോ? അയാൾ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. അവള് കണ്ണു നിറച്ചുകൊണ്ട് അല്ലാന്ന് തല ഉലുക്കി. പിന്നെ എന്തിനാ കരയുന്നേ? എന്താണെങ്കിലും അച്ഛനോട് പറഞ്ഞോ? അയാളിൽ നിറഞ്ഞത് വാത്സല്യമായിരുന്നു. അച്ഛൻ? ആ നാമത്തിൽ അവളുടെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞൊഴുകി. എന്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങനെ കരയല്ലേ, വല്ല അസുഖവും വരും. എന്തിനാ കരയുന്നേ? കണ്ണൻ വഴക്കെങ്ങാനും പറഞ്ഞോ നിന്നെ? അയാൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല. തേങ്ങിക്കൊണ്ടായിരുന്നെങ്കിലും അവള് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. അയാൾ ചിത്രയെ അപ്പുവിനെ ദയനീയമായി നോക്കി. എന്റെ പൊന്നേട്ടത്തി, എന്തിനാ കരയുന്നെന്ന് വെച്ചാ അതൊന്ന് പറ. ഏട്ടത്തി കരയുന്നെങ്ങാനും ഏട്ടൻ കണ്ടോണ്ട് വന്നാ ഞങ്ങളെയാവും വഴക്കു പറയുന്നേ. ദയനീയമായിട്ടാണ് അപ്പു അത് പറഞ്ഞത്. അവള് പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചിത്തിരയുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ? അവളുടെ നോട്ടം കണ്ട് ചിത്തിര സ്നേഹത്തോടെ ചോദിച്ചു. ഞാൻ എണീക്കാൻ ലേറ്റായില്ലേ? അപ്പോ അമ്മ എന്നെ വഴക്കു അറിയോ? അവൾ തേങ്ങിക്കൊണ്ട് ചിത്തുവിനോട് ചോദിച്ചു. അവളുടെ ചോദ്യത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്റെ പൊന്നു മോളെ, നീ അതിനാണ് അങ്ങനെ കരയുന്നേ? നിന്റെ അമ്മായിയമ്മ ഒരു വില്ലത്തിയൊന്നല്ല കുട്ടി, ഒരു പാവാ. വസുന്ധര ചിരിയോടെ പറഞ്ഞു. അവൾ കണ്ണു തുടച്ചുകൊണ്ട് ആണോ എന്ന പോലെ അവരെ നോക്കി. അവളുടെ നോട്ടം കണ്ട് എല്ലാവരും ചിരിച്ചു പോയിരുന്നു. എന്റെ ഏട്ടത്തി, ഇയാള് വേണമെങ്കിൽ 10 മണിവരെ ഉറങ്ങിക്കോ, എന്നാലും എൻ്റെ അമ്മയൊന്നും പറയില്ല, അല്ലേ ചിത്തു? അപ്പു ചിരിയോടെ ചോദിച്ചുകൊണ്ട് ചിത്തിരയുടെ തോളിലൂടെ കൈയിട്ടു. ചിത്തിര പക്ഷെ മിണ്ടുന്നില്ല. പിന്നെന്താ, ആരവേട്ടൻ നേരത്തെ അമ്മയോട് ഈ നേരത്തെ എണീറ്റ് വന്ന ഒരാളോട് ഉറക്കം ശരിയായെന്ന് അമ്മയല്ലാതെ ആരെങ്കിലും ചോദിക്കോന്ന് ചോദിച്ച് എന്നെ കളിയാക്കിയതല്ലേ? അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു. അപ്പു വാ പൊളിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അമ്മ ഏട്ടത്തിക്ക് ഉറക്കം ശരിയായില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ തമാശക്ക് ചോദിച്ചതല്ലേ. തമാശ കുട്ടിക്ക് ഇഷ്ടല്ലേ? അവൻ കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ പുരികമുയർത്തി. അത് കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. എല്ലാവരുടെയും മുഖം വിടർന്നു. പക്ഷെ ചിത്തിരയുടെ മുഖത്ത് മാത്രം ഗൗരവമാണ്. ചിത്രയുടെ മുഖം കണ്ട് മോഹൻ അവരെ സംശയത്തോടെ നോക്കി. ഇതെന്താടോ തന്റെ മുഖം ഇങ്ങനെ ഒരു ഗൗരവൊക്കെ? മോഹൻ ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഇത്ര വലിയ വില്ലത്തിയാണെന്ന് ഓർക്കുകയായിരുന്നു. എന്നെ കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നോ മോഹനേട്ടാ? ഒരു വില്ലത്തി അമ്മായിമ്മ ലുക്കാണോ എനിക്ക്? ചിത്തിര മോഹനോട് വലിയെന്തോ കാര്യം ചോദിക്കുന്നത് പോലെ ചോദിച്ചു. ജ്വാലയ്ക്ക് അവരുടെ സംസാരം കേട്ട് അത്ഭുതം തോന്നി.
ഇത്ര പ്രായമുണ്ടെങ്കിലും ഒരു കൊച്ചു പെണ്ണിനെ പോലെയാണ് അവരുടെ പെരുമാറ്റമെന്ന് തോന്നിപ്പോയി അവൾക്ക്. അവൾ മോഹന്റെ കയ്യിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചിത്തിരയെ നോക്കി ചിരിച്ചു കൊടുത്തു. ചിരിക്കണ നോക്ക് കാന്താരി, ഒരു കുത്തു വെച്ച് തരും ഞാൻ. എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയല്ലോ നീയ്. ചിത്തിര അവളെ കൂർപ്പിച്ചു നോക്കി. അവൾക്ക് ചിരിയാണ് വന്നത്. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി ചിരിച്ചു. അന്ന് തറവാട്ടി വന്നപ്പോ എന്നോട് ഗൗരവത്തിലല്ലേ സംസാരിച്ചേ? അതാ ഞാൻ പേടിച്ചുപോയി. പിന്നെ ഞാൻ നേരത്തെ എണീറ്റതാ. അയാൾ എന്നോട് ഇപ്പൊ എണീക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ പിടിച്ചു കിടത്തി. ജ്വാല കണ്ണു തുടച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അയാളോ? അതാരടി പെണ്ണെ? ചിത്തിരയാണ്. അഗ്നിയെ അവൾ അയാളെന്ന് വിളിച്ചത് കേട്ട് അവരവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടാണ് ചോദ്യം. ജ്വാല വെപ്രാളത്തോടെ അവരെ നോക്കി. അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അവൾക്കാകെ പരവേശമായി. ഉദ്ദേശിച്ചത്? അപ്പൂന് അതിനേക്കാൾ ആകാംക്ഷ. അവൾ ചുണ്ടു പിളർത്തിക്കൊണ്ട് മോഹനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അയാൾക്ക് ചിരി പൊട്ടി. പറഞ്ഞു കൊടുക്ക്, എന്നെ നോക്കണ്ട. നീ ആരെ അയാളെന്ന് പറഞ്ഞ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. മോഹൻ കുറുമ്പോടെ പറഞ്ഞതും അവള് വീണ്ടും ചിത്തിരയെ നോക്കി. അവരവളെ കപടദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അത് അതമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെയാ. അവൾ ദയനീയമായി പറഞ്ഞു. ചിത്തുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അപ്പു ചിത്തുവിനെ വിട്ടുമാറി നിന്ന് ജ്വാലയെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവന്റെ ചിരി കേട്ട് എല്ലാവരും അവനെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ജ്വാലയെ നോക്കിയാണ് ചിരിക്കുന്നത്. ജ്വാലയുടെ മുഖം വീർത്തു. ആരവേട്ടൻ എന്തിനാ ചിരിക്കണേ? അവൾ വീർത്ത മുഖത്തോടെ ചോദിച്ചു. എല്ലാവരും അവളുടെ വീർത്ത മുഖം കണ്ട് അവളെ വിടർന്ന കണ്ണാലെ നോക്കി. പിന്നെ ചിരിക്കാതെ നീ എന്താടി ഏട്ടത്തി, ചിത്ര സിനിമ കളിക്കുന്നോ? അദ്ദേഹാന്ന്. അങ്കിൾ, അദ്ദേഹത്തെ കൂടി വിളിച്ചോളൂ. അവൻ ചിത്ര സിനിമയിലെ ഡയലോഗ് കൂടി പറഞ്ഞ് അവളെ കളിയാക്കി വീണ്ടും വാപൊത്തി ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഇത്തവണ അവന്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു പോയിരുന്നു. ജ്വാല എല്ലാവരെയും നോക്കി കണ്ണുരുട്ടി. അവൾ മോഹനെ നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും അയാൾ പെട്ടെന്ന് ചിരിയൊതുക്കി അവളെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛ എന്നെ കളിയാക്കാണോ? അവൾ ചുണ്ടുപിളർത്തി. മോഹന്റെ കണ്ണുകൾ തിളങ്ങി. അവൾ ആദ്യമായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു. അയാളുടെ ചുണ്ടുകൾ വിടർന്നു പോയി. അച്ഛനെന്ന് രണ്ടു മക്കളും വിളിക്കുമ്പോഴും അവളുടെ നിഷ്കളങ്കമായ അച്ഛ എന്ന വിളിയിൽ അയാൾ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ ഒന്നുകൂടി ഇറുകെ ചേർത്ത് പിടിച്ചു. അപ്പോഴും അപ്പു അവളെ നോക്കി ചിരിക്കുകയാണ്. എടി ഏട്ടത്തി, എന്നിട്ട് നിന്റെ അദ്ദേഹം എവിടെ? റൂമിലേക്ക് പോയിട്ട് കുറെ നേരം ആയല്ലോ. അപ്പു അവളെ വീണ്ടും കളിയാക്കി. ആരവേട്ടാ? അവൾ അവനെ പല്ലുകടിച്ച് വിളിച്ചുകൊണ്ട് മോഹന്റെ അടുത്തു നിന്നും മാറി അവൻ അടിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടി. അവളുടെ വരവ് കണ്ടതും അവൻ ചിരിയോടെ സോഫയ്ക്ക് ചുറ്റും ഓടാൻ തുടങ്ങി. എടി ഏട്ടത്തി, എന്നിട്ട് ഇങ്ങനെ ഓടിക്കല്ലേട്ടോ. ഞാൻ പഴയ ജിമ്മാ, മസിൽ ഉളുക്കും. അവൻ ഓടുന്നതിനൊപ്പം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ജ്വാല അതൊന്നും ശ്രദ്ധിക്കാതെ അവനെ ഇട്ട് ഓടിക്കുകയാണ്. അല്പനേരം ഓടിത്തളർന്ന് അവനൊരു കിതപ്പോടെ മുത്തശ്ശിമാർക്ക് എതിർവശത്തുള്ള സോഫയിൽ പോയിരുന്നു. അപ്പോഴേക്കും ജ്വാലയും കിതച്ചുകൊണ്ട് അവനടുത്തേക്ക് ഇരുന്നിരുന്നു. ഇനി എന്നെ കളിയാക്കോ? അവൾ കിതപ്പോടെ ചോദിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ അമർത്തിപ്പിച്ചി. ഹൂ, ഈ പെണ്ണിന്റെ പിച്ചി പറിച്ചു അമ്മേ. അപ്പു ചിത്തിരയെ നോക്കി പരാതി പറഞ്ഞു. കണക്കായിപ്പോയി, നിനക്കത് കിട്ടേണ്ടത് തന്നെയാ. ചിത്തിര അവനെ നോക്കി പുച്ഛിച്ചു. ഇപ്പൊ നിങ്ങളല്ല ഒന്ന്, ഞാൻ പുറത്ത് പോ. അവൻ ചുണ്ടുകൊട്ടി. ജ്വാല നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി. അല്പനേരം കഴിഞ്ഞതും അവൾ അവന്റെ തോളിൽ ഒന്ന് തോണ്ടി. എന്താ? അവൻ മുഖം വീർപ്പിച്ചു. വേദനിച്ചോ? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. ഇല്ല, നല്ല സുഖണ്ട്, മതിയോ? അവൻ ചുണ്ടുകൊട്ടി. സോറി, അവൾ കുസൃതിയോടെ പറഞ്ഞു. ഓ, വരെ വെച്ചു. അവൻ അവളെ വീണ്ടും കൂർപ്പിച്ചു നോക്കി. അവൾ അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. അവളുടെ നിഷ്കളങ്കമായ ചിരി കണ്ടതും അവനും ചിരി വന്നുപോയി. ഇന്നോളം താൻ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ജ്വാല മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് അപ്പുവിന് തോന്നിയത്. ഉള്ളിൽ നിറഞ്ഞ അതേ സന്തോഷത്തോടെ അവൻ അവൾക്ക് നേരെ കൈനീട്ടി. അവൾ സംശയത്തോടെ അവന്റെ കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി. ഫ്രണ്ട്സ്? അവൻ ചിരിയോടെ ചോദിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇനിയൊരു ചിന്തയ്ക്ക് പോലും ഇടം കൊടുക്കാതെ അവൾ അവന്റെ കയ്യിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു. ഫ്രണ്ട്സ്? അവളും ചിരിയോടെ പറഞ്ഞു. അവൻ പുഞ്ചിരിയോടെ അവളുടെ കവിളിലൊന്ന് പിച്ചി. അവൾ അവനെ കുറുമ്പോടെ നോക്കി. ചിത്തിരയും മോഹനും അത്രമേൽ സന്തോഷത്തോടെയാണ് ഇരുവരെയും നോക്കി നിന്നത്. തങ്ങളുടെ കുടുംബത്തിന് ചേർന്ന കുട്ടിയാണ് ജ്വാല എന്ന് അവർ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പു അവളിൽ നിന്ന് നോട്ടം മാറ്റി നേരെ നോക്കിയത് താഴത്തെ സ്റ്റെപ്പിൽ ചുമരിലേക്ക് ചാരി നിന്നുകൊണ്ട് ജ്വാലയിൽ മാത്രം നോട്ടം എയ്തുകൊണ്ട് നിൽക്കുന്നവനെയാണ്. അവന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ അപ്പു വ്യക്തമായി കണ്ടു. അവന്റെ മനസ്സ് നിറഞ്ഞു. എടി ഏട്ടത്തി, അതാ നിന്റെ അദ്ദേഹം നിൽക്കുന്നു. അപ്പു കുറുമ്പോടെ ജ്വാലയോട് പറഞ്ഞു. ജ്വാല ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. തന്നെ കണ്ണിമച്ചിമാരെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവളെ വിറയലോടെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് തലതാഴ്ത്തി പിടിച്ചു. അഗ്നിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയോടെ കണ്ണിൽ നിറഞ്ഞ കുസൃതിയോടെ അവൻ അവൾക്കടുത്തേക്ക് നടന്നു. ജ്വാലയുടെ ഹൃദയമിടിപ്പ് ഉയർന്നു തുടങ്ങിയിരുന്നു. അവൻ അവൾക്കടുത്തേക്ക് വന്നു നിന്നതും അവൾ അവനെ പേടിയോടെ നോക്കി.
അത് കണ്ട് അഗ്നി അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ വീണ്ടും തലതാഴ്ത്തി പിടിച്ചു. അഗ്നി ചിരിയോടെ അവളിൽ നിന്നും നോട്ടം മാറ്റി. ഏട്ടാ, ഏട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ പെണ്ണ് നമ്മൾ കരുതണ പോലെ അത്ര പാവൊന്നല്ലാട്ടോ, കാന്താരിയാ. നോക്ക്, എന്റെ കൈ കാണിച്ചു വെച്ചേക്കുന്നേ. അപ്പു അഗ്നിയെ കണ്ടതും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നു നിന്ന് അവന് നേരെ കൈനീട്ടി പിടിച്ചു. ജ്വാല വേണ്ട എന്ന പോലെ അപ്പുവിനെ ദയനീയമായി നോക്കുന്നുണ്ട്. അഗ്നി അപ്പുവിന്റെ കയ്യിലേക്ക് നോക്കി. ജ്വാലയുടെ നഖം കൊണ്ട് അവന്റെ കയ്യിലെ തോല് പോയിട്ടുണ്ട്. അഗ്നി ജ്വാലയെ കൂർപ്പിച്ചു നോക്കി. പക്ഷേ അവൾ അപ്പോഴും അപ്പുവിനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ്. ആ നഖം വെട്ടി കളയേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ, അഗ്നി ആരോടെന്നില്ലാതെ പറഞ്ഞു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നി അവളെ നോക്കി പുരികമുയർത്തി. അവൾ അവനിൽ നിന്നും അകന്നു നിന്ന് ചിത്രയുടെ അടുത്തേക്ക് പോയി. അതേട്ടാ, നമുക്ക് ഇവളുടെ നഖം വെട്ടിക്കളയാ. നോക്ക്, യക്ഷികളെ പോലെ നീട്ടി വളർത്തിയേക്കുന്നേ. അപ്പു ജ്വാലയുടെ വിരലുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാലയുടെ ചുണ്ടു കൂർത്തു. അത് കണ്ട് അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി. എനിക്ക് അത്ര നഖമൊന്നുമില്ലാട്ടോ അരവേട്ട, കള്ളം പറയല്ലേ. അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അപ്പുവിനോട് പറഞ്ഞു. അഗ്നിയുടെ നോട്ടം അവളുടെ വിരലുകളിലേക്ക് പോയി. നീണ്ടു മെലിഞ്ഞ വിരലുകളിൽ നീളത്തിൽ ഭംഗിയിലുള്ള നഖം ചുവന്ന കളർ നെയിൽ പോളിഷിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. അഗ്നി ഒന്ന് ചിരിച്ചു. ഓ ഇല്ല പോലും, ഒന്ന് പോയേടി, ഇത് പിന്നെ എന്തോന്നാ, നോക്ക് യക്ഷി. അപ്പു അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ യക്ഷിയൊന്നല്ല. അവൾ കണ്ണുരുട്ടി. ഹേയ് അല്ല, ഈ കണ്ണു നഖവും കണ്ട ആരും പറയും യക്ഷിയാന്ന്, യക്ഷി. അവൻ വീണ്ടും അവളെ ചൊടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആരവേട്ടന്റെ ഏട്ടൻ ഡ്രാക്കുളയാ. എന്റെ പോലത്തെ കണ്ണു തന്നെയാ നിങ്ങളുടെ ഏട്ടനും. പെട്ടെന്നുള്ള ആവേശത്തിൽ അവൾ അപ്പുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം എല്ലാവരും അവളെ മിഴിച്ചു നോക്കിപ്പോയി. അവരുടെ നോട്ടം കണ്ടപ്പോഴാണ് താനിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന ബോധം ജ്വാലയ്ക്ക് വന്നത്. അവൾ ഞെട്ടലോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും അതുവരെ അവളുടെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് ചിരിയോടെ നിന്ന അഗ്നിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ജ്വാലയ്ക്ക് പേടി തോന്നി. തുടരും.